വചനമൊഴി മാർച്ച് 26. വചനഭാഗം 2 തിമോത്തി 1:6-14, മർക്കോസിന്റെ സുവിശേഷം 10:32-34. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിന്റെ അവസാന ദിനങ്ങളിൽ നാം ഈശോയുടെ പീഡാസഹനത്തോട് കൂടുതൽ അടുത്തു ചേർന്ന് നടക്കുവാൻ തിരുവചന ഭാഗങ്ങൾ നമ്മെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ദൈവവചന ഭാഗങ്ങൾ ധൈര്യം, വിശ്വാസം, മിശിഹായ്ക്കായി സഹിക്കാൻ തയ്യാറാകുക എന്നീ ആത്മീയ പുണ്യങ്ങളിൽ വളരുവാൻ ആഹ്വാനം ചെയ്യുന്നതാണ്. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയ ആത്മാവ് ഭയത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്വയം നിയന്ത്രണത്തിൻ്റെയും ആത്മാവാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ലഭിച്ച കൃപയെ വീണ്ടും ജ്വലിപ്പിക്കണം. വിശ്വാസ ജീവിതം ഭയത്തോടെയല്ല, ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ ജീവിക്കണമെന്ന് സ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. സുവിശേഷത്തിനായി സഹനം അനുഭവിക്കുവാൻ ഭയപ്പെടരുത് എന്ന് സ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. മർക്കോസ് സ്ലീഹയുടെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ സ്ലീഹന്മാരോട് തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുന്നു. അവിടുന്ന് പറയുന്നു, മനുഷ്യപുത്രൻ കൈയേൽപ്പിക്കപ്പെടും, അവനെ പരിഹസിക്കും, അടിക്കും, കൊല്ലും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇത് കേട്ട് ശിഷ്യന്മാർ ഭയപ്പെടുന്നു. എന്നാൽ ഈശോ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ ധൈര്യത്തോടെ കുരിശിലേക്കുള്ള വഴി സ്വീകരിക്കുന്നു. ഇന്നത്തെ 2 തിരുവചന ഭാഗങ്ങളും ഒരേ സന്ദേശത്തിലേക്കാണ് നയിക്കുന്നത്. പൗലോസ്ലീഹ ഭയമില്ലാതെ വിശ്വാസത്തിൽ നിലകൊള്ളാൻ വിളിക്കുന്നു. ഈശോ ധൈര്യത്തോടെ പീഡാനുഭവത്തെ നേരിടുന്നു. ക്രിസ്തീയ ജീവിതം ഭയത്തിന്റെ ജീവിതമല്ല, ധൈര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ജീവിതമായിരിക്കണമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസത്തിനായി നാം ധൈര്യത്തോടെ നിലനിൽക്കുന്നുണ്ടോ? ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ വന്നാൽ നാം പിന്മാറാറുണ്ടോ? ദൈവം നൽകിയ കൃപയെ ജ്വലിപ്പിക്കുന്നുണ്ടോ? ഭയത്തിൽ നിന്ന് ധൈര്യത്തിലേക്കും ദുർബലതയിൽ നിന്ന് ആത്മബലത്തിലേക്കും നീങ്ങുവാൻ നാം പരിശ്രമിക്കുന്നുണ്ടോ? ദൈവവചനം സ്വീകരിച്ച് ആത്മബലത്തോടെ, പ്രത്യാശയോടെ, ധൈര്യത്തോടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.